ഹായ്, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വിഴിഞ്ഞത്താണ്. നമ്മുടെ വിഴിഞ്ഞത്ത് മീനെല്ലാം ലേലം കിട്ടുന്ന ലേലത്തറയുടെ അടുത്താണ്. അപ്പോൾ ഇപ്പോൾ സമയം കറക്റ്റ് 3:30 ആയിട്ടുണ്ട്. നല്ല രീതിയിൽ വെള്ളമൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ലേലത്തറയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ലേലത്തറ എത്തിയിട്ടുണ്ട്. ഈ താഴെ കിടന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ. അങ്ങോട്ട് ഇറങ്ങി നോക്കാം. അപ്പോൾ നമ്മുടെ വള്ളങ്ങളെല്ലാം അടുപ്പിക്കുന്ന ഇവിടെയാണ് സംഭവം. ഇപ്പോൾ രാവിലെ വരെയും വള്ളങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ആവശ്യത്തിന് വള്ളങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലേലവും തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിലൊക്കെ കയറിപ്പോ. അപ്പോൾ നോക്കിയാൽ ഒരു സെയിൽ ഫിഷിൻ്റെ വലുപ്പം നോക്കിയാണ് സംഭവം. നമ്മുടെ സെയിൽ ഫിഷ് എന്നൊക്കെ പറഞ്ഞു ഇവിടെ തളയെന്നൊക്കെ പറയുന്നൊരു മീനാണ് കേട്ടോ. ഓലക്കൊടി എന്നതിന് പേരുണ്ട്. ഇത് അതിൻ്റെ ഇത് കണ്ടില്ലേ, ഫിന്ന് ഓല കണക്കിരിക്കുന്നതുകൊണ്ട് തന്നെ ഓലക്കൊടി എന്ന് പറയുന്നത്. ഷോർട്ട് ഫിഷ് എന്നും പേരുണ്ട്. അതിൻ്റെ കൊമ്പൊടിഞ്ഞു പോയി. അപ്പോൾ ഈ സാധനം നല്ല ഒരു 25 കിലോ ഇങ്ങനെ വെയിറ്റ് ഉണ്ട്. സാധാരണ നല്ല വിലയൊക്കെയുള്ള മീനാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ പറഞ്ഞത് 3000 രൂപയ്ക്കാണെങ്കിൽ തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നല്ല മീനാണ്, നല്ല ടേസ്റ്റുള്ള മീനാണ്. സിലോപ്പി, തളയല്ല, മോതെ, പാല, തിരിയാവ്, ചുണ്ടമരല, കോഴിമരല ഏതാണ്ട് ഇതുപോലെ അല്ലേ ഇരിക്കുന്നത്? ചുവപ്പ് കോര, പൊയ്യാപ്പകൾ കോര, ചുവപ്പ് കോര, കണ്ണമ്പോളെ, നെയ്മീൻ്റെ ആളേനെ. നെയ്മീന് വിലയായ ഒരു വലിയ മീൻ വാങ്ങിക്കാൻ വിചാരിച്ച് വന്നത്. അപ്പം നെയ്മീനും വിലയായി, തളയും വിലയായി. ആ നെയ്മീനിലെ തന്നെ മറ്റൊരു ഇനമാണ് ഓരിയ നെയ്മീൻ. വലിയ ടേസ്റ്റ് ഇല്ലെന്നാണ് പറയണത്. എന്നാലും കൊള്ളാം, കാഴ്ചയിലൊരു നെയ്മീൻ്റെ ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ട തളയാണ് ഈ കിടക്കുന്ന. അപ്പോൾ തളയിലടുത്ത് ഇതാ ഒരു നെയ്മീൻ കൊണ്ടിട്ടിട്ടുണ്ട്. നെയ്മീന് വിലയായി. ഇത് നമ്മുടെ ഒറിജിനൽ നെയ്മീനല്ല, നെയ്മീൻ പോലത്തെ ഒരു ഇച്ചിരി കൂടി ടേസ്റ്റ് കുറഞ്ഞൊരു നെയ്മീനാണ്. അപ്പോൾ അത് വിലയായി, അത് മാറ്റിയിട്ടേക്കുക. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും വരുന്നത് നമ്മുടെ ചൂരയാണ് കേട്ടോ. ഇന്ന് ചൂരയാണ് കൂടുതലായിട്ടും വരുന്നത്. ബാക്കി വള്ളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ആണ്, ബാക്കി വലിയ മീനിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം.